ഏത്തപ്പഴം വെച്ചിട്ടൊരു അടിപൊളി 4 മണി പലഹാരം ഇന്ന് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഴുത്ത ഏത്തപ്പഴം എടുക്കണം. പച്ചപ്പഴം ഒരു കാരണവശാലും എടുക്കരുത്. അപ്പോൾ 3 ഏത്തപ്പഴം എടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഏത്തപ്പഴത്തെ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ മുറിച്ചെടുത്ത ഏത്തപ്പഴത്തെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ ആവി കയറ്റിയെടുക്കണം. അപ്പോൾ പഴുത്ത പഴം തന്നെ എപ്പോഴും എടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ പുഴുങ്ങിയെടുത്ത ഏത്തപ്പഴത്തെ നമുക്ക് തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞെടുക്കണം. അപ്പോൾ ചെറു ചൂടോടെ വേണം കേട്ടോ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ ഉടച്ചെടുക്കണം. അപ്പോൾ ഏത്തപ്പഴം എപ്പോഴും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ പറയണം, എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 3 ഏത്തപ്പഴവും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നാരില്ല, നമ്മുടെ അരി പോലെയുള്ളത് അത് കളയണം കേട്ടോ. കളഞ്ഞിട്ട് നല്ലപോലെ ഉടച്ചെടുക്കണം. നമ്മൾ വേണമെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇതുപോലെ മിക്സിയിലിട്ട് ഒറ്റ അടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഒരു തവി അരിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചെയ്യണം. നമ്മുടെ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്ന കേട്ടോ സൂപ്പർ. അപ്പോൾ അതേ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഇച്ചിരി ടൈറ്റ്നെസ് കുറവാണ്, കുറച്ച് ലൂസി ആണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് അരിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടി ചേർക്കണം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് എടുത്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അല്പം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അല്പം മതി, കാരണം നല്ല പഴുത്ത പഴമായതുകൊണ്ട് പഴത്തിന് നല്ല മധുരമുണ്ട്. പൊടി ചേർത്തതിന് ശേഷമാണെങ്കിലും നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ നമുക്കിനി കുറച്ച് ബോൾസായിട്ട് എടുക്കുക. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് പോലെ, അപ്പോൾ നന്നായിട്ട് നെയ്യ് കൂടി ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക കേട്ടോ. നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ആയിട്ട് പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഷേപ്പിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് വാഴയില വെച്ചിട്ട് അങ്ങനെ അടയുടെ മോഡലിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് നമുക്കിനി ബോൾസ് ആക്കി നല്ല രീതിയിൽ പിടിച്ചെടുക്കുക കേട്ടോ. അത് ഇതേപോലെ ആക്കി എടുക്കുക. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കും. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈവനിങ്ങിൽ അവർക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. നല്ല രീതിയിൽ ആവിയിൽ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതിനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ വളരെ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് ശർക്കര വയ്ക്കേണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.